ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോന്നേ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നുണ്ടല്ലോന്നേ എൻ്റെ ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, കണ്ടപ്പോൾ തന്നെ ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാളയാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത്. ചേട്ടനാണെങ്കിൽ ചാളനെ ക്ലീൻ ആക്കിയൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷെ ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, തലയും വാലും മാത്രം മുറിച്ച് അതിൻ്റെ കുടലൊക്കെ എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ചെതുമ്പലും സൈഡിലത്തെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതിനെ ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വന്നു ഗൈസ്. എനിക്ക് പിന്നെ മറ്റ് ക്ലീൻ ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം പിന്നെ ഞാൻ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. എല്ലാം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്താലല്ലേ പഠിക്കത്തുള്ളൂ. ചെയ്താലേ നമ്മൾ എന്താ പറയുക, നമുക്കൊരു സ്പീഡും കിട്ടത്തുള്ളൂ. ഇനി ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ സ്പീഡ് ആയി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് നമ്മൾ എന്നും ചെയ്യാത്തത് കൊണ്ടായിരുന്നു ആ പ്രശ്നം. ഇപ്പം അത് മാറി. അതുപോലെ ഇപ്പം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ലാതെ അയ്യോ ഇത് ചെയ്യണമല്ലോ, ഇത് ഇന്നങ്ങനെ ഇങ്ങനത്തെ ഉണ്ടാക്കണമല്ലോ, അതുണ്ടാക്കണം, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ട് ഇന്ന് മൊത്തം ഫ്രൈ അടിക്കാൻ പോവാണ് കേട്ടോ. കറിയില്ല, ഇന്ന് കറി വേണ്ടാന്ന് വിചാരിച്ചു. ചേട്ടൻ അങ്ങ് കൊതി തീരെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ പകുതി കറിയും വെക്കും, പകുതി വറക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുക. കുറേ ഞാൻ കൊടുക്കത്തില്ല മീൻ വറുത്തത്. എണ്ണ അധികം കഴിക്കുന്ന അഴുക്കാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും എൻ്റെ മനസ്സങ്ങ് മാറി ഗൈസ്. പാവം ചേട്ടനല്ലേ എന്ന് കരുതിയിട്ട് അതും ഒരു ചാളക്കൊതിന് മത്തി കൊതിയനാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ഹാപ്പി ആയിക്കോട്ടെ എന്ന് അങ്ങ് വിചാരിച്ചു. ഞാനാണെങ്കിൽ ഈ മീൻ വറക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഉള്ളപ്പോൾ ഞാൻ കുറച്ച് ഫിഷ് മസാല ചേർക്കും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മെയിനായിട്ട് എനിക്ക് വേണ്ട കുരുമുളക്, പിന്നെ ചിക്കൻ മസാല. ഞാൻ ചിക്കൻ മസാല ചേർക്കും കേട്ടോ. ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ ഞാൻ അതേ ചേർക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എന്താ പറയുക, നമ്മുടെ മീനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ ഞാനുണ്ടല്ലോ കുറച്ച് നേരം വെക്കണം കേട്ടോ മസാല പുരട്ടി. എന്നിട്ട് വേണം അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചു. ചട്ടിയല്ല, ഇത് ദോശക്കല്ലാണ് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. നല്ല അടിപൊളി ദോശക്കല്ലാണ് കേട്ടോ. ഇതിലിട്ടാണ് ഞാൻ ഫ്രൈ ഉണ്ടാക്കുന്നത്, ദോശ ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ ഇതിൽ വെച്ച് തന്നെയാണ്. കല്ലിൻ്റെ ആയതുകൊണ്ട് അങ്ങനത്തെ വലിയ പ്രശ്നമില്ല. പിന്നെ ഞാനാണെങ്കിൽ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിനകത്തൊരു കുറേ കറിവേപ്പില, അറിയാലോ നിങ്ങൾക്ക് എൻ്റെ കലാപരിപാടി, കറിവേപ്പില നിറയെ വാരി അങ്ങ് ഇടുക. പൊട്ടലായി ചീറ്റലായി പിന്നൊരു പുക മയമാണ് അടുക്കളയിൽ. ചേട്ടനാണെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ ചേട്ടൻ അവർക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കും ചില സമയം. അങ്ങനെ പറഞ്ഞൊരു കറിവേപ്പില കരിഞ്ഞു പോയി. അങ്ങനെ ഇതിൻ്റെ മേളിലോട്ട് മെത്തപ്പുറത്ത് കടത്തുന്ന പോലെ ഞാൻ നമ്മുടെ മത്തീനെ എല്ലാം കൂടെ വാരിപ്പെറുക്കി അങ്ങ് വെക്കും. സമയമില്ലാത്ത സമയമാണ് ഞാൻ ഒന്നോ രണ്ടോ അപ്പം കഴിക്കാൻ വേണ്ടി മാത്രം എടുത്തുണ്ടാക്കത്തുള്ളൂ കേട്ടോ. അല്ല ഫ്രൈ എടുക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ എടുത്തങ്ങ് വെക്കും. ഇത് ഞാൻ എടുത്തങ്ങ് ഇട്ട് കേട്ടോ. കാരണം ഇനിയും ഫ്രിഡ്ജിൽ പോയി എടുത്തുകൊണ്ട് വന്ന് ഉണ്ടാക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഫ്രൈ ആക്കി അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിന്ന് വേറെ എന്താണെന്ന് അറിയണ്ടേ. വേറെ പാവയ്ക്ക മെഴുക്കുവരട്ടി മോര് കാച്ചിയതുമാണ് കേട്ടോ. അറിയാമല്ലോ, പുള്ളിയുടെ എന്താ പറയുക, മെയിൻ ദേശീയ ഭക്ഷണമാണ് ഇതൊക്കെ. ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കൊക്കെ. അപ്പം പിന്നെ പാവയ്ക്കാൻ കൂടെ മെഴുക്കോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഹാപ്പി ആയിക്കോട്ടെ അതെ. പിന്നുണ്ടല്ലോ, ഈ പാവയ്ക്കൊക്കെ പല ഗുണങ്ങളും ഉണ്ട്. നമ്മളൊന്നും അറിയാഞ്ഞിട്ടാണ് ഗൈസ്. അതുമല്ല, നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി കഴിക്കണം ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതും കൂടെ കഴിക്കണം. അല്ലെ ഈ അൽഫാമും മന്തിയും ഷവർമയും ഒന്നും കഴിച്ചാൽ മാത്രം പോരാ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു ഗുണവും കിട്ടത്തില്ല. നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ നമ്മുടെ വായിക്കും മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹെൽത്തിനൊന്നും വലിയ പ്രയോജനമില്ല. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടൻ വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് കൊടുത്തതാണ്. അതിൻ്റെ കൂടെ ഈന്തപ്പഴം വാങ്ങിച്ച്, സത്യം പറഞ്ഞാൽ എന്ന് വാങ്ങിച്ച് വെച്ചതാണെന്നറിയാമോ, നമ്മൾ ലാസ്റ്റ് ടൈം എന്താ പറയുക, ഡിമാർട്ടിൽ പോയപ്പോഴും കണ്ട് വാങ്ങിച്ചത്. ഡിമാർട്ടിലാണോ റിലയൻസിലാണോ അവിടെ പോയപ്പോൾ വാങ്ങിച്ചതാണ്, മറന്നുപോയി. ഇന്നലെ ഞാൻ എന്തോ തപ്പിച്ചെന്നപ്പോഴാണ് ആ പാക്കറ്റ് അവിടെ ഇരിക്കുന്നത്. അത് ടിന്നിനകത്ത് ഇട്ട് വെച്ച് ഞാൻ ആ സാധനങ്ങളെല്ലാം മറന്നു പോകും ഗൈസ്. അതുകൊണ്ട് ഞാൻ ടിന്നിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചു. അല്ലെങ്കിലും ചേട്ടൻ എന്നോട് പറയാറുണ്ട്, എടി നീ ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ടിന്നിലൊന്നും അടച്ച് മേളിൽ കയറ്റി വെക്കല്ലേ. പിന്നെ അത് അവിടെ ഇരുന്നുകൊണ്ട് പൂത്ത് എക്സ്പയറി ഡേറ്റ് എല്ലാം കഴിഞ്ഞാലും ഞാൻ അറിയത്തില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവസ്ഥ കേട്ടോ. ഇപ്പം അടുക്കളയെ ഉലകം ആയതുകൊണ്ട് അടുക്കളയിൽ എന്തൊക്കെയുണ്ട് എന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ ഇപ്പം സാധനങ്ങളൊന്നും അഴുക്കായി പോകാറുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു സാധനം ഞാനിപ്പോൾ വേസ്റ്റ് ആക്കാറില്ല. മാക്സിമം എല്ലാ സാധനങ്ങളും ഞാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഗൈസ്. ഞാൻ എന്താ പറയുക, ഞാൻ നല്ലൊരു കുടുംബിനിയാകാൻ പോവാണ്. സത്യമായിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു പണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. ഇങ്ങനത്തെ മീൻസ് എന്താ ഒരു ജോലിയില്ല, ഒന്നുമില്ല, വീട്ടിൽ ഇരിക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും എന്താ ഇവരിങ്ങനെ എന്ന്. പക്ഷെ ഞാൻ ഇപ്പം സത്യമായിട്ട് അത് എന്താ പറയുക, നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ചേട്ടാ സൂപ്പറാണ് ഇന്നത്തെ ഫുഡെന്നും കൂടി പറഞ്ഞാൽ പിന്നെ ഞാൻ താഴത്തും നിലത്തും ഒന്നുമല്ല ഗൈസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു പണി ഇല്ലാണ്ടിരിക്കുക അന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം പറഞ്ഞ നമ്മുടെ മത്തിക്കുട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു പണി ഇല്ലാതെ ഇരിക്കുവാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. എനിക്ക് പണിയൊക്കെ ഉണ്ട്. ഞാൻ
ഞാൻ നമ്മുടെ ഷോപ്പിൽ പോകാറുണ്ട്, ചേട്ടനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ചേട്ടൻ എനിക്ക് സാലറിയും തരാറുണ്ട്. ചുമ്മാതല്ല ഞാൻ കടയിൽ പോകുന്നത്, വിത്ത് സാലറിയോട് കൂടിയാണ് എന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജോലിയില്ല എന്നൊരു വിഷമമൊന്നുമില്ല. ജോലിക്ക് പോകുന്ന സമയത്തിനെക്കാട്ടിലും ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഒരു എന്താ പറയുക, ഭയങ്കര ഡിപ്രഷനോ എന്തൊക്കെയോ ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഫോൺ വിളി, അതെന്തിയേ ഇതെന്തിയേ, ആ മെഡിസിൻ എവിടെ വെച്ചു, ഇതെവിടെ വെച്ചു, ഈ ഒരു സ്വൈര്യം എന്ന് പറയുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ആകെ ഒരു കോളേ വരത്തുള്ളൂ, അതെൻ്റെ ചേട്ടൻ്റെ കോളാണ്. കാരണം ഞാൻ കടയിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കടയിലെ കാര്യം ചോദിക്കാൻ ചേട്ടൻ മാത്രമേ വിളിക്കത്തുള്ളൂ. അത് നമുക്കൊരു സമാധാനമുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ കെട്ടിയവനല്ലേ, നമ്മുടെ അല്ലേ എൻ്റെ കെട്ടിയവനല്ലേ, അങ്ങനെ വേണ്ട കാര്യം പറഞ്ഞ മീൻ വറുത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങളും എല്ലാം കാണുന്നുണ്ട് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ പാവയ്ക്ക അരിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര പരിപാടിയല്ല. കാരണം അത് ഇച്ചിരി സമയമെടുത്ത് തന്നെ അരിയണം. പിന്നെ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, ഒരു 4 എണ്ണം വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ചെറുതായിരുന്നു കേട്ടോ, അത് 4 എണ്ണം വാങ്ങിച്ചത്, 2 എണ്ണേ എടുത്തുള്ളൂ. ഇപ്പോൾ ബാക്കി 2 എണ്ണം പിന്നെ എടുക്കാം. പിന്നെ അങ്ങനെ ഞാൻ ഇതിനെ ചട്ടിയിൽ അങ്ങോട്ട് കയറ്റിക്കായി. ശരി, അവിടെ കിടന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് തന്നെ ഞാൻ വഴറ്റിയെടുക്കും കേട്ടോ. എങ്കിലും ഈ പാവയ്ക്കായി ഭയങ്കര കയ്പ്പാണ്. അതിൻ്റെ കൂടെ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നല്ല കേട്ടോ. നിങ്ങളിനി ഓർക്കും വേറെ വീഡിയോക്കകത്ത് കണ്ടായിരുന്നല്ലോ, അങ്ങനെയല്ല. അതായത് വേറൊന്നും അല്ല, എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുവാണെങ്കിലും മെഴുക്കുവരട്ടിക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിൽ ഞാനാണെങ്കിൽ നമ്മുടെ മോര് കാച്ചതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. മോര് കാച്ചത്തെ ഈ തൈര് കണ്ടോ, ചെറിയ പാക്കറ്റ് തൈരല്ല, വെറും 14 രൂപയേ ഉള്ളൂ എന്ന് ഈ തൈരിന്, അറിയാമോ, ചെറിയ പാക്കറ്റ്. അതുപോലെ തന്നെ പാല് 12 രൂപ, 10 രൂപയുടെ പാല്, അങ്ങനെയൊക്കെ കിട്ടും ഇവിടെ. സത്യം പറഞ്ഞാൽ ജീവിക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ. അതായത് എന്താ പറയുക, നമ്മുടെ ഒരു പരിമിതി ഒക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക്, വലിയ ഹൈഫൈ ആയിട്ട് ജീവിക്കേണ്ടവരെന്ന് പറഞ്ഞാൽ നല്ല കാശ് വേണം, എല്ലാം ചുരുങ്ങി ജീവിക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കറിയാം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എൻ്റെ സ്നേഹം ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാലോ, ആരെനിക്ക് കമൻറ്റ് ഇട്ടാലും ഞാൻ അതിന് ഉറപ്പായിട്ട് റിപ്ലൈ തരും. അപ്പോൾ ആണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ടാറ്റാ.